കാലടി സംസ്കൃത സർവകലാശാലയുടെ പ്രാദേശിക കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടാനുള്ള നീക്കങ്ങൾ നടക്കുകയാണ്. തിരുവനന്തപുരം, പന്മന എന്നിവിടങ്ങളിലെ പ്രാദേശിക കേന്ദ്രങ്ങളാണ് അടച്ചുപൂട്ടലിന്റെ വക്കിലുള്ളത്. തൃശൂർ, തുറവൂർ കേന്ദ്രങ്ങൾ നേരത്തെ പൂട്ടിയിരുന്നു. വികലമായ നയങ്ങളിലൂടെ സർവകലാശാല അക്കാദമിക തലത്തിലും സാമ്പത്തിക തലത്തിലും തകർച്ചയുടെ വക്കിലേക്ക് പോകുമ്പോഴാണ് പുതിയ തീരുമാനം. അരുൺ കൊടുങ്ങൂർ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, ഇത്തരത്തിൽ കാലടി സംസ്കൃത സർവകലാശാലയുടെ പ്രാദേശിക കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടാനുള്ള ഈ നീക്കങ്ങൾക്ക് പിന്നിൽ അല്ലെങ്കിൽ എന്ത് ന്യായീകരണം ഇതിന് പിന്നിൽ നടക്കുന്നത്? ദേവിക, അതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു നാടിൻ്റെ മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിമാന കേന്ദ്രമായി ഉയർന്നു വരേണ്ട ഒന്നാണ് കാലടിയിലെ ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല. പക്ഷേ അവിടെ നടക്കുന്ന തള്ളതിരിഞ്ഞ ചില നീക്കങ്ങൾ, വികലമായ ചില പരിഷ്കരണങ്ങൾ, ഇതൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഒരു പരമ്പര പോലെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. അതിലേറ്റവും ഒടുവിലത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സർവകലാശാലയുടെ ചില പ്രാദേശിക കേന്ദ്രങ്ങൾ ഉണ്ട്. ആ പ്രാദേശിക കേന്ദ്രങ്ങളും ഈ സർവകലാശാലയുടെ നട്ടെല്ലെന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. പക്ഷേ ഈ രണ്ട് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, തിരുവനന്തപുരത്തെയും പന്മനയിലെയും ഈ രണ്ട് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ കൂടി ഈ വർഷം തന്നെ പൂട്ടാനുള്ള ഒരു സമീപനമാണ് സർവകലാശാല അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടവെക്കുകയാണ്. നമുക്കറിയാം, സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞാണ് ഇത്തരത്തിലുള്ള ഈ നടപടിയിലേക്ക് പോകുന്നുവെങ്കിൽ അനാവശ്യമായ ചിലവുകൾ കൊണ്ട്, തലതിരിഞ്ഞ പരിഷ്കാരം കൊണ്ട്, വികലമായ ചില നിർദ്ദേശങ്ങൾ കൊണ്ട് ആ രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനങ്ങൾ അത് വലിയ രീതിയിൽ സർവകലാശാലയെ ദോഷകരമായി ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു നടപടിയിലേക്ക് പോകുന്നതെന്നാണ് സർവകലാശാല അധികൃതർ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ശരി.